ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ മസാല കടലയാണ്. ഇതൊരു സ്ട്രീറ്റ് ഫുഡാണ്, അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വൈകുന്നേരം ചായക്കടിക്കൊക്കെ കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ അതിലേക്ക് 1 ടീസ്പൂണ് കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഈ സമയത്ത് കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഒന്ന് ചെറുതാക്കി വെക്കുക. ഈ സമയത്ത് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീർ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ തന്നെ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒറ്റ ലോ ആക്കി വെക്കണം, കാരണം മസാലപ്പൊടികളൊക്കെ കരിഞ്ഞ് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒന്ന് ഇതെല്ലാം കൂടി ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മസാലയൊക്കെ ഒന്ന് ജസ്റ്റ് മൂത്ത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ള കാബൂളി കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരു കുക്കറിലിട്ടിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതും മിക്സാക്കിയിട്ട് നമ്മൾ ഈ മസാലയിൽ നല്ല രീതിയിൽ മിക്സായി കിട്ടുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഈ സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ നമ്മുടെ കക്കീരി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ചേർത്തിട്ട് ഒരുപാട് സമയം വാട്ടണമെന്നില്ല. അതിൻ്റെയൊക്കെ ഒരു പച്ച ടേസ്റ്റാണ്, ഒരു റോ ടേസ്റ്റാണ് ഇതിലേക്ക് രസമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരുപാട് സമയം വാട്ടിയെടുക്കൊന്നും വേണ്ട. ഇനി ഇതൊക്കെ മിക്സ് ആക്കിയിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാനുണ്ട്. ഇപ്പം നമ്മുടെ മസാല കടല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലുള്ള ഉപ്പൊന്ന് ചെക്ക് ചെയ്തതിൻ്റെ ശേഷം ഒരല്പം കുറവുള്ളത് കാരണം നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള ഒരു നാരങ്ങയുടെ ഒരു ചെറിയ നാരങ്ങയുടെ മുഴുവൻ നീരും ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.